ഏതാണ്ട് 50 വർഷത്തോട് അടുപ്പിച്ചാകുന്നു ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോളണ്ടിൽ ചെന്നിട്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലെത്തി, അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഇനി അവിടെ നിന്ന് ട്രെയിനിൽ ഉക്രൈനിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മോദി പോളണ്ടിൽ നിന്ന് ട്രെയിനിലാണ് ഉക്രൈനിലേക്ക് പോവുക എന്ന് ഒരു 1.5 മാസം മുമ്പ് ആദ്യമായി ABC മലയാളത്തിൽ നമ്മളാണ് പറഞ്ഞത്. പലരും കളിയാക്കി, പിന്നെ മോദി ട്രെയിനിൽ പോകാൻ പോവാണ്, ഇത് കിം പോകുന്ന പോലെ കൊറിയയിൽ അയാൾക്കാണ് ട്രെയിനുള്ളത് എന്നൊക്കെ പറഞ്ഞത്. അന്ന് നമ്മളിരുന്നപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പോലും ചില അത്ഭുതത്തോടെ ട്രെയിനിലൊക്കെ പോകുമെന്നുള്ളത്. പക്ഷെ അത് ശരിയായിരിക്കുന്നു, ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സന്ദർശനം കൊണ്ട് മോദി ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ ഇന്നലെ ABC ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ത്യ കുറേ യുദ്ധക്കപ്പലുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന ഗ്യാസ് ടർബൈൻ എഞ്ചിൻ പ്രധാനമായും ഉക്രൈനാണ് പണ്ട് മുതലേ, സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ കിട്ടുന്നില്ല. അത് കിട്ടാനായിട്ട് ആ കമ്പനി മിസൈലേറ്റ് തകർന്നിരിക്കുകയാണ്. ആ കമ്പനിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക യഥാർത്ഥത്തിൽ കച്ചവടമാണ്. ആ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കരാർ ഒപ്പുവെക്കാൻ ഉക്രൈനും വലിയ സഹായമാണ്. ഉക്രൈനിലെ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റും, വലിയ സാമ്പത്തിക മെച്ചമുണ്ടാകും യുദ്ധത്തിനിടയ്ക്ക്. അത്തരം ഒരു ഡീലാണ് എന്ന് പ്രധാനമായും പറയുന്നുണ്ട്. അത് മാത്രമാണോ മോദിയുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? അപ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്ന് തുടങ്ങാം. ആ ട്രെയിനിന് പറയുന്ന പേര് ട്രെയിൻ ഫോഴ്സ് 1 എന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ്, ആ വിമാനത്തിന് പറയുന്നത് എയർഫോഴ്സ് 1. അപ്പോൾ അതേപോലെ നമ്മുടെ പ്രധാന എയർ ഇന്ത്യ 1 ആണ്. അതെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ പോളണ്ടിൽ നിന്നും ഇവിടെ യുക്രൈനിലേക്ക് പോകുന്ന ആ ട്രെയിൻ ഇട്ടിരിക്കുന്ന പേര് ട്രെയിൻ ഫോഴ്സ് 1 എന്നാണ്. അതൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ട്രെയിനാണ്, സ്പെഷ്യൽ ട്രെയിനാണ്. അത് ഈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് വരുന്നവർ അവിടെ എത്തിക്കാനാണ്. അപ്പം ഇങ്ങനെ ഈ മറ്റേ നമ്മുടെ കൊറിയയുടെ നേതാവുണ്ടല്ലോ കിം ജോങ് ഉൺ, അങ്ങേർക്ക് പേടിയാണ് മോളിക്കൂടെ ഫ്ലൈ ചെയ്യാൻ പേടിയാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും യുക്രൈനിലേക്ക് പോകണ ഏത് രാജ്യത്തിൻ്റെ തലവനായി കഴിഞ്ഞാലും യുക്രൈനിലേക്ക് പോകുന്നത് ഈ ട്രെയിനിലാണ്. കാരണം ഫ്ലൈറ്റ് അതിൽ കൂടെ പോണത് ചിലപ്പോൾ മിസൈലുകളൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രെയിൻ ബൈഡൻ വന്നപ്പോൾ പോയതും അങ്ങനെയാണ്. അതെ, എല്ലാ ലീഡേഴ്സും അതായത് ട്രെയിൻ ഫോഴ്സ് 1 എന്നാണ് ഇപ്പോൾ അതിന് പേരിട്ട് അങ്ങനെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ട്രെയിനിൽ പോകുന്നത്. ഈ കിമ്മിൻ്റെ ട്രെയിനിനെ കുറിച്ച് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫാണ്, അതിൽ മിസൈൽ വേദ വിമാനവേദ സംവിധാനങ്ങളുണ്ട്, മിസൈൽ വേദ സംവിധാനങ്ങളുണ്ട്, മിസൈലുകളൊക്കെ വെച്ചിട്ട് ഒരു യുദ്ധ ട്രെയിനാണ് കൊറിയയുടെ ട്രെയിൻ, കിമ്മിൻ്റെ ട്രെയിൻ. അതുപോലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ ട്രെയിനിലും അതുപോലത്തെ സജ്ജീകരണങ്ങളുണ്ടാകാം. പക്ഷെ എന്തായാലും എല്ലാ US പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ സഞ്ചരിക്കുന്ന ട്രെയിൻ ആകുമ്പോൾ ഒരു എയർ അറ്റാക്ക് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നിശ്ചയമായി ആ ട്രെയിനിൽ തന്നെ ഉണ്ടാകും. അത് കാണുമായിരിക്കും. അപ്പോൾ ഇറ്റ് ടേക്സ് അബൌട്ട് 8 hours ഈ പോളണ്ടിൻ്റെ ബോർഡറിൽ നിന്ന് യുക്രൈനിലേക്ക് എത്താനായിട്ട് അബൌട്ട് 8 hours. അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബിസിനസ് ഇൻട്രസ്റ്റ് ഒക്കെ എല്ലാം ഉണ്ടാവും. പിന്നെ നേരത്തെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കുറേ പേരൊക്കെ അവിടെ പഠിക്കാൻ പോകുക, അങ്ങനെയൊക്കെ ആവക റിലേഷൻസ് ഉണ്ട്. പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു ബാലൻസിങ് ആക്റ്റാണ്. അല്ല, നമുക്ക് ഈ ട്രെയിനിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. ഇത് ഈ പണ്ട് മുതലേ പോളണ്ടിൻ്റെ കയ്യിലുള്ള ട്രെയിനാണോ? അല്ല, പണ്ടല്ല. ഇതിപ്പോൾ ഈ യുദ്ധം യുക്രൈനെ റഷ്യ ആക്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഇതിൻ്റെ വാർത്ത വരുന്നത്. അതിനു മുമ്പൊക്കെ ഫ്ലൈറ്റിന് പോക്കൊക്കെ കോമൺ ആയിരുന്നു. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയ പിന്നെയാണ്. കാരണം ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവർക്ക് ഒരു മോറൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വന്നിരുന്നല്ലോ. അത് മാത്രമല്ല സെലൻസ്കിയോട് പറഞ്ഞ് അവിടെ നിൽക്കുന്നത് ഭയങ്കര അപകടമാണ്, നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ സെലൻസ്കി പറഞ്ഞു, ഇല്ല, ഞാനിവിടെ തന്നെ നിന്നോളാം, അപ്പോൾ സംഭവിച്ചാൽ മരിക്കും എന്നുള്ളതല്ലേ, അതിൽ പ്രശ്നമില്ല, അത് വെറുതെ ഭംഗിവാക്ക് പറയണമല്ല. അങ്ങനെ തന്നെ അദ്ദേഹം ചിന്തിക്കുന്നു, അങ്ങനെ തന്നെ അവിടെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ഒരു ധൈര്യം വരുന്നത്. കാരണം ഇദ്ദേഹം മരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ മരിക്കുന്നതിന് എന്താണെന്നുള്ള രീതിയിലാണ്. ഓടിപ്പോയില്ല. പലയിടത്തുനിന്നും ആൾക്കാർ ഓടിപ്പോകാറുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഹി കണ്ടിന്യൂ ടു ബി ദെയർ. അത് ബാക്കിയുള്ളവർ ഇൻസ്പയർ ചെയ്തു. ഇപ്പോൾ എവരിബഡി ദെയർ ഈസ് എ ഫൈറ്റർ. അത് കൊച്ചുകുട്ടിയായാലും വലിയ ആളായാലും എവരി സിറ്റിസൺ, അവർക്കൊക്കെ ദേ ആർ വെൽ ആംഡ്. ആർക്കും ആരെയും കൊല്ലാനായിട്ടുള്ള രീതിയിൽ ഈ റഷ്യക്കാരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിക്കാനുള്ള തയ്യാറെടുപ്പിലും സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ മോഡി പോകുന്നതിൻ്റെ കാരണം ഇറ്റ് ഈസ് എ ബാലൻസിങ് ആക്ട്. കാരണം കുറച്ച് നാൾ മുമ്പ് റഷ്യ പോയിരുന്നു. അപ്പോൾ റഷ്യ പോയിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയി ഒരു കെട്ടിപ്പിടുത്തവും
ഒരു സിൽക്ക് സ്മിത സ്റ്റൈൽ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അത് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്. അത് മാത്രമല്ല സെയിം ഡേ അതേ ദിവസം തന്നെയാണ് റഷ്യ വലിയൊരു ആക്രമണം നടത്തി. ഒരു ഹോസ്പിറ്റൽ കുട്ടികളുടെ ഹോസ്പിറ്റലായിരുന്നു ആക്രമണം നടത്തി. കുട്ടികളുടെ ഹോസ്പിറ്റലിൽ ആക്രമിച്ച സമയമാണ്. പിന്നെ ഇത് പൊതുവിൽ റഷ്യയോട് ദേഷ്യമുള്ള സമയമാണ്. അതുകൂടാതെ നേറ്റോ ഫോം ചെയ്തിട്ട് ഏതാണ്ട് 75th ആനിവേഴ്സറി ഏതാണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന സെലൻസ്കിക്ക് അവിടെ ഒരു സ്വീകരണമൊക്കെ കൊടുത്ത് നേറ്റോ അദ്ദേഹത്തെ ആദരിക്കുന്ന സമയത്താണ് നമ്മളീ പോയിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഗ്ലോബൽ ന്യൂസ് ആയിരുന്നു. ഗ്ലോബൽ ന്യൂസ് ഗ്ലോബലി എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പുറം വാർത്തയായിരുന്നു. അതെ. അപ്പോൾ അത് സെലൻസ്കി തന്നെ അന്ന് അതിനെപ്പറ്റി പറഞ്ഞത് എ ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് എ ഡിവാസ്റ്റേറ്റിംഗ് സെറ്റ് ബാക്ക് ടു പീസ് എഫേർട്സ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. അത് ദാറ്റ് ബിക്കെയിം വെരി ഫേമസ്. അപ്പോൾ അതായത് വലിയ തിരിച്ചടിയും സമാധാന ശ്രമങ്ങൾക്കുള്ള വലിയ മുന്നോട്ട് പോക്കലുമാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതേസമയം ഈ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് കണ്ടം റഷ്യ. ഈ ആക്രമണം ഇറ്റ് ഈസ് ആൻ ഇൻവേഷൻ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി കണ്ടംഡ്. ദാറ്റ് ഈസ് വാട്ട് ദി സിവിലൈസ്ഡ് വേൾഡ് ഈസ് ഡൂയിങ്. യു ടു ഹാവ് ടു ഫോളോ സൂട്ട് എന്നുള്ളതാണ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ സ്റ്റാൻഡ്. പക്ഷേ ഇന്ത്യക്ക് നമ്മുടെ ചില സെക്യൂരിറ്റി കൺസേൺ ഉണ്ട്, നമ്മുടെ ചില താല്പര്യങ്ങളുണ്ട്. റഷ്യന്ന് അങ്ങനെ തള്ളിപ്പറയാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. പക്ഷേ അത് മാത്രമല്ല, ഈ മോഡി പുട്ടിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ദിസ് ഈസ് നോട്ട് ദി ഇറ ഓഫ് വാർ, വി നീഡ് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി, അതാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഈ പീസ് പോസിബിൾ ആണെങ്കിൽ ഇപ്പോഴും ഇന്ത്യയുടെ സ്റ്റാൻഡ് അതാണ്. ഇഫ് പീസ് ഈസ് ടു ബി അച്ചീവ്ഡ് ദാറ്റ് ഹാസ് ടു കം ത്രൂ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി. ഈ വാറിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം അവർ എപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് എനി ഹെൽപ്പ് or assistance from our part, we are ready to impart that, we are ready to provide that. Only thing is ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കില്ല. നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നോ റഷ്യ ഇന്നത് ചെയ്യണമെന്നോ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പറയുന്നില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും എന്ത് പറയുന്നു, നിങ്ങളെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പോൾ ഈ പ്രഖ്യാപനം ഇവിടെ യുക്രൈൻ വിസിറ്റ് ചെയ്യും എന്നുള്ള പ്രഖ്യാപനം ഈ റഷ്യ പോയി കെട്ടിപ്പിടുത്തത്തിൻ്റെ സമയത്ത് തന്നെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് വാസ് എ ബാലൻസിങ് ആക്ട്. അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങൾക്കൊന്നും അത് ഇഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് അല്പം പെസിമിസ്റ്റിക് ആണോ എന്ന് സംശയമുണ്ട്. അതായത് ഈ വീട് കത്തുമ്പോൾ അല്ലെങ്കിൽ പുര കത്തുമ്പോൾ വാഴക്കൊല വെട്ടാന്നൊക്കെ പറയുന്ന പോലെ നമ്മളതിൻ്റെ ഇടയ്ക്ക് ചില പണികളൊക്കെ ചെയ്തായിരുന്നു. നമ്മൾക്ക് ഇത് ഒരു ലാഭകരമായ യുദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും സാങ്ഷൻസ് വകവയ്ക്കാതെ അവരുടെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് വില കുറച്ച് വാങ്ങിച്ച് നമ്മളത് കുറേ റിഫൈൻ ചെയ്ത് പുറത്ത് വിറ്റ് അങ്ങനെ കാശുണ്ടാക്കലോ അതും ഇതൊക്കെ അത് അത്രയൊരു ഭംഗിയുള്ള കാര്യമാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഫ്രം അവർ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ലാഭകരമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ഈ യുദ്ധത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ ഈയിടെയായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം റഷ്യ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ വാർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ദി വെസ്റ്റ് എന്നുള്ള രീതിയിലാണ് പുടിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ അമേരിക്കയും ബാക്കി വെസ്റ്റേൺ കൺട്രീസും കൂടി അങ്ങോട്ട് ഒതുക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് അതിനെതിരെയുള്ളൊരു പ്രവർത്തനം. പക്ഷേ ഇന്നിപ്പോൾ അത് വേൾഡ് പൊതുവിൽ അതിനെ കാണുന്നത് ദിസ് ഈസ് എ കൊളോണിയൽ വാർ. അതായത് യുക്രൈൻ എന്ത് ചെയ്യണം, എവിടെ നിൽക്കണം, ആരോട് ചേരണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കാനായിട്ട് റഷ്യക്ക് എന്താണ് അധികാരം, ഇതൊരു കോളനിയാക്കി മാറ്റുന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒന്ന് ചൈനയുണ്ട്, പിന്നെ ഒരെണ്ണം നോർത്ത് കൊറിയയാണ്, പിന്നെ ഒരു കക്ഷി ഇറാനാണ്, പിന്നെ ഒരാൾ ബെലാറൂസ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ റൈറ്റ്സിനോ ഡെമോക്രസിക്കോ ഒന്നും പറയത്തക്ക വില കൊടുക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്ന മൂല്യങ്ങൾ നമ്മളത് അംഗീകരിക്കണോ എന്നുള്ളൊരു സംശയം പൊതുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജിനും ആവശ്യമാണ് എന്തായാലും സെലൻസ്കിയായിട്ടും ഈ യുക്രൈനായിട്ടൊരു ചെറിയ ബന്ധമൊക്കെ സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ഇത് ഒരു യുക്രൈൻ വിസിറ്റാണ്. പോളണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ഓഫ് അക്കാഡമിക് ഇൻട്രസ്റ്റ്. പക്ഷേ ബാലൻസിങ് ആക്ട് എന്നുള്ള രീതിയിൽ 49 വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. മാത്രമല്ല പിന്നെ പോളണ്ടായിട്ട് വേറൊരു ബന്ധവും കൂടിയുണ്ട്. ഒരു കാലത്ത് ജൂതന്മാരെയൊക്കെ പീഡിപ്പിക്കുകയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള വേൾഡ് വാറിൻ്റെ ടൈമിൽ നമ്മുടെ ഇന്ത്യയിൽ 6,000 പോളിഷ് സിറ്റിസൺസ് വന്നിട്ട് ഇവിടെ 2 രാജ്യങ്ങളിലായിട്ട് താമസിച്ചിട്ടുണ്ട്, കോലാപൂരും ജാംനഗറും, രണ്ട് സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ പോളണ്ടിന് നമ്മളോട് വലിയ താല്പര്യമുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ പോളണ്ടായിട്ടും ഒരു ബന്ധം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ യുക്രൈൻ പോകാനാണ് മെയിൻ. അപ്പോൾ യുക്രൈൻ്റെ നാഷണൽ ഡേ ആണ് ഈ 24th അതായത് നാളെ അവിടെ എത്തും യുക്രൈനിൽ. ഇപ്പോൾ പോളണ്ടിൽ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡി ഈസ് നൗ ഒരു വേൾഡ് ഫിഗർ പോലെ. കാരണം ആർക്കും ഈ റഷ്യയും വെസ്റ്റുമായിട്ട് അല്ലെങ്കിൽ സെലൻസ്കി ആയിട്ട് യോജിപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. ചൈനയ്ക്ക് ചൈനയുടെ സൈഡുണ്ട്, മറ്റുള്ളവർക്കൊക്കെ എല്ലാവരും. മോദിക്ക് എത്രമാത്രം പ്രാധാന്യം ഉക്രൈനും ലോകരാജ്യങ്ങളും നൽകുന്നു എന്നതുകൊണ്ടാണ് പുതിനെ മോദി കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് വലിയ പ്രതിഷേധം വന്നത്. വേറെ ആരോടെങ്കിലും അവഗണിക്കത്തേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ വേണമെങ്കിൽ ഈ കൊറിയയിലെ ആൾ പോയി ചെയ്തോട്ടെ, ബെലാറസിൽ നിന്ന് ചെയ്തോട്ടെ, ചൈനയിൽ നിന്ന് ഇറാനിൽ നിന്ന് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ മോഡി അവിടെ പോയി ഒരു ഡെമോക്രാറ്റിക് കൺട്രി പോയിട്ട് ആൾ പോയിട്ട് സങ്കടം. അപ്പോൾ ആ സങ്കടമൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ വേറെ ഉണ്ട്, മോദിയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് ഗുണമുണ്ട്. റഷ്യയിൽ നിന്ന് ടെക്നോളജി കിട്ടുന്നു, ആയുധങ്ങൾ കിട്ടുന്നു. അതിലൊക്കെ ഉപരി റഷ്യ ഏറ്റവും ചീപ്പ് റേറ്റിന് എണ്ണ കിട്ടുന്നു. അതും ഇന്ത്യൻ കറൻസിയിൽ വാങ്ങാൻ പറ്റും. അത് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന കാര്യമാണ്. പെട്രോൾ ഡോളറിനെ അപ്രസക്തമാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ കറൻസി അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അമേരിക്കയ്ക്ക് എതിർപ്പില്ല. കാരണം ഇന്ത്യയുടെ നിന്ന് ഈ എണ്ണ മേടിക്കുന്നത് യൂറോപ്യൻ കൺട്രീസാണ്. അങ്ങനെയുണ്ട്. ഏതായാലും മോദി എന്നുള്ള ലോക നേതാവിൻ്റെ സാന്നിധ്യം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ ഉക്രൈൻ സന്ദർശനം. നമുക്ക് അഭിമാനിക്കാം അല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി ഒരു വേൾഡ് ലീഡറായി മാറുന്നത്.